ഈ വീഡിയോയുടെ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. കാരണം ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഈ ഡാറ്റ എടുക്കണം, ഈ സംഭവം അറിയണം. കാരണം എന്നോടൊരു പോലീസുകാരൻ ഇത് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കേരള പോലീസിൻ്റെ ഓഫീസേഴ്സ്, അതായത് സബ് ഇൻസ്പെക്ടർ, അതിന് മുകളിലുള്ളവർ 2023, 2024 ഏറ്റവും കൂടുതൽ പേര് VRS എടുത്തു. 2023 ഏകദേശം 73 ഓഫീസേഴ്സാണ് VRS എടുത്തതെങ്കിൽ 2024 ഏകദേശം 78 പേര് VRS എടുത്തു. അപ്പോൾ ചോദ്യം വരുന്നു, എന്താ ഇതിന് കാരണം? അപ്പം അവരൊരു ഹെവി ലോഡാണ്, വർക്ക് ലോഡാണ്, സ്ട്രെസ്സാണെന്നൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. ഇത് ഞാൻ ചോദിച്ചറിയാം, എന്താണ് ഇത് യഥാർത്ഥ കാരണം? ഈ VRS എടുത്ത ഒഫീഷ്യൽസിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളിത് ഈ കേരള പോലീസിൽ നിന്ന് ഓഫീസേഴ്സ്, ഞാൻ പറയാം പോലീസല്ല ഓഫീസേഴ്സ്, എന്തുകൊണ്ടാണ് VRS എടുക്കുന്നത്? അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് പ്ലാറ്റ്ഫോം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തരുന്നില്ല. രണ്ടാമത് ഏറ്റവും പ്രധാനം, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഞങ്ങളെ വളഞ്ഞാക്രമിക്കുകയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മലയാളികൾ കേട്ടിരിക്കേണ്ട സംഭവമാണ്. അതായത് കേരളം നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. ഈ കോവിഡിന് ശേഷമാണിത് കംപ്ലീറ്റ് ആയിട്ടായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കോവിഡ് സമയത്ത് ഒരു പയ്യൻ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതാവ്, ലോക്കൽ കോൺഗ്രസ് നേതാവാണ്, കായംകുളത്ത് വെച്ചുള്ള സംഭവമാണ്. കാറിൽ പോയി കഴിഞ്ഞപ്പോൾ ആ പർദ്ദയിട്ട് ആ സ്ത്രീയോട് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പറയുന്നു, കാരണം കോർഡൺ ഏറിയയാണ്, കാരണം ഗവൺമെൻറ്റിൻ്റെ കർഫ്യൂ ആണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഉടൻ തന്നെ ഈ പറയുന്ന പർദ്ദയിട്ട സ്ത്രീയുണ്ട്, അവർക്ക് ആശുപത്രിയിൽ പോകണം, അതാണ് ഇതാണ്, ആ റെസ്ട്രിക്ഷൻ ഞങ്ങൾക്ക് ബാധകമല്ല. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലെ ഓഫീസർക്കെതിരെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നീട് നിങ്ങൾ കണ്ടു കാണും, പിന്നീടുണ്ടായൊരു വേലിയേറ്റമാണ്. ഒരു പ്രത്യേക മതവിഭാഗക്കാർ അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് ആ ഓഫീസറിനെ സംഖ്യയാണ്, കോപ്പാണ്, താറങ്ങടിച്ചു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓണസ്റ്റ് ഓഫീസറിൻ്റെ കാര്യം അവർ അയാളുടെ ലൈഫിലുണ്ടായ സംഭവം. പിന്നീട് കേരളത്തിൽ മുഴുവനും നടന്ന സംഭവം നിങ്ങൾ കേട്ടോളാം. ഈ കാറുകളിൽ പോവുകയാണെങ്കിലും അപ്പോൾ പോലീസ് ചെക്കിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ലോകത്തെവിടെയും, കേരളത്തിൽ മാത്രം ലോകത്തെവിടെയുള്ള സംഭവം. ഈ കാറിനകത്ത് ഈ പറയുന്ന പർദ്ദയിട്ടവരും തൊപ്പി വെച്ചവരും ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അവരെ നിർത്തുകയാണെങ്കിൽ പോലീസ് ചെക്കിങ്ങിന് വേണ്ടി, പിന്നീടുണ്ടാകുന്നത് മുഴുവനും ഡ്രാമയാണ്. ഏതെങ്കിലും ഇപ്പം അതിൻ്റെ കൂടെ പോകുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഈ ബൈക്കുകാർ പെട്ടെന്ന് 2-3 പേര് നിൽക്കുന്നു. അപ്പോൾ താടിക്കാരൻ തൊപ്പിക്കാരനൊക്കെ ആയിരിക്കും. ഈ താടിക്കാരൻ തൊപ്പിക്കാരൻ ഉടൻ തന്നെ പോലീസിൻ്റെ അടുത്തോട്ട് വരുന്നു. കാരണം ഈ കാറിനകത്തിരിക്കുന്ന മറ്റേ പർദ്ദയൊക്കെ ചാക്കൊക്കെ ഇട്ട രക്ഷയാണ്, അകത്ത് വണ്ടി ഓടിക്കുന്നത് തൊപ്പിയൊക്കെ വെച്ച് താടിക്കാരന്. പിന്നെ ചോദ്യങ്ങളായി, പറച്ചിലുകളായി, പ്രശ്നങ്ങളായി എത്രയോ സംഭവങ്ങളുണ്ടായെന്നറിയും. പിന്നെ പോലീസ് മനഃപൂർവ്വം ഇവരോടുള്ള ചെക്കിങ് അങ്ങ് മാറ്റി. ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുന്ന പർദ്ദയിട്ടവരാണ്, താടി വെച്ചവരാണ്, തൊപ്പി വെച്ചവരാണ്. ഇനി ബൈക്ക് ഓടിക്കുന്നത്, 2 വീലർ ഓടിക്കുന്നത് തൊപ്പി വെച്ചവരാണ്, പർദ്ദയിട്ടവരാണ്. പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരങ്ങ് വിടുകയാണ്. അല്ലെങ്കിൽ അവരുടെ പുറകെ ഇവർക്ക് എസ്കോട്ടായിട്ടോ എന്തൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട്, താടിക്കാരും ഒക്കെ വന്നിട്ട് ഇവ പോലീസിനെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മനസ്സിലാക്കുക, പിണറായി വിജയൻ സർക്കാരെ മനസ്സിലാക്കുക, എന്താണ് പോലീസിന് പറ്റിയത്. താങ്കൾ കത്തിയുടെ കോപ്പ് അത് ഇതൊക്കെ ചുമ്മാ പൊട്ടത്തരം പറയാതെടോ, റിയാലിറ്റി മനസ്സിലാക്കുക. എത്രയോ ഓഫീസേഴ്സ് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിയോട് വിളിയാണ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് അവർ വിളിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, SIയെ ത്രട്ട് ചെയ്യുന്നു, SHOയെ ത്രട്ട് ചെയ്യുന്നു, പോലീസുകാരെ ത്രട്ട് ചെയ്യുന്നു. പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിശബ്ദമായിട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയുണ്ട്, ആ ഐഡൻറ്റിറ്റിയെ മുഴുവനും തകർക്കുന്നു. അതായത് പ്രീണനവുമായിട്ട് നടക്കുന്ന കേരള പോലീസ്. നിങ്ങൾ ഡാറ്റ നോക്ക്, ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ.
അതായത് ലോ എൻഫോഴ്സ്മെൻറ്റിന് അവരുടെ കാര്യം കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ബാക്കിയുള്ളവനെ ആരെയും പിടിക്കാം, ചോദ്യം ചെയ്യാം. ഇതിനകത്ത് മറ്റൊരു 2-3 പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞാണ് ഈ ഡ്രഗ് ഇത്രയും വ്യാപകമാകുന്നതിൻ്റെ കാര്യം ഇതുമായി ബന്ധപ്പെടുന്ന ഡീലേഴ്സ് പറഞ്ഞ് വളരെ കറക്റ്റായിട്ടാണ്. ഇതേപോലെ കാറുകളിലും ബൈക്കിലും ഒക്കെ ഈ തൊപ്പിക്കാരനായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഈ പറയുന്ന 2 സ്ത്രീകളോ 3 സ്ത്രീകളെ ഈ പർദ്ദയിട്ടവരെ അങ്ങ് വെക്കും. ഇപ്പം ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ തടഞ്ഞു നിർത്താനോ, കാരണം മറ്റേവരെ എസ്കോർട്ട് വരുന്നുണ്ട് ആൾക്കാർ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തേണ്ട അടുത്ത് സാധനം എത്തിക്കുന്നു. നാണിക്കുക കേരളമേ, ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കേരളം ഈ പറയുന്നതിൻ്റെ കടിഞ്ഞാണ്ടത് പിടിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ നീയൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇത് സർവീസിലുള്ള പോലീസ് ഓഫീസേഴ്സും പറഞ്ഞു, സർവീസിൽ നിന്ന് VRS എടുത്ത പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, സാധാരണ കോൺസ്റ്റബിൾ പറഞ്ഞു. ഒരു വഴിയില്ല, ഒരു നിവർത്തിയില്ല. കാരണം ഇവരെ പിന്തുണച്ച ഉടൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വിളിക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ വിളിക്കുന്നു, ആകെ ബഹളമാകുന്നു. അപ്പുറത്ത് മത തീവ്രവാദ സംഘടനകൾ ഗൾഫിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങളെങ്ങനെ ജോലി ചെയ്യും? തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഉടൻ തന്നെ അത് റെക്കോർഡൊക്കെ എടുത്തിട്ട് ഉടൻ തന്നെ അത് ഫ്ലാഷ് ചെയ്യുന്നു. മനസ്സിലാക്കുക, കേരളം ഒരു ഗാസയാക്കി മാറ്റി. ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. കേരള പോലീസിൻ്റെ ആൾക്കാർ തന്നെ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡ്രഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ലോ ആൻഡ് ഓർഡർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? മുഴുവനും ഡീറെയിൽ ചെയ്തു പോയി. അപ്പം ഉറപ്പായിട്ടും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലീസുകാർ അവർ ബേസിക്കലി മനുഷ്യരാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഇത് ക്വസ്റ്റ്യൻ ആൻസർ തരണം. ഇതിനെപ്പറ്റി സതീശനാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും കേരളത്തിൻ്റെ നിയമസഭയിൽ ചോദ്യം ചോദിച്ചോ? എന്താ ചോദിക്കാത്തത്? കാരണം അപ്പുറത്ത് ലീഗിനെ പ്രീണിപ്പിക്കണം, മുസ്ലിം ലീഗുകളെ പ്രീണിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഇവർ റിസൈൻ ചെയ്തു പോകുന്നത്? രമേശ് ചെന്നിത്തല പഴയ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ അയാൾക്ക് ഈസിയായിട്ട് ഈ ഡാറ്റ എടുക്കാം, പല ആൾക്കാരോടും ചോദിക്കാം. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ നാണിച്ചു പോകണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഒരു സന്ദർഭത്തിലാണ് കേന്ദ്ര ഇടപെട്ട് ഈ പറയുന്ന സുഡാപ്പികളൊക്കെ പോയിക്കൊണ്ട് പോകുന്നത്. ഒരു നിവൃത്തിയുമില്ല, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാക്കി. എല്ലാ തലങ്ങളിലും കയറി ഇടപെടുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ എല്ലാ ആൾക്കാരെ കുത്തിക്കയറ്റുവാണ്. ഒരു പച്ച രാജ്യമാക്കാൻ ശ്രമിക്കുന്നു. ഡെലിബറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീറെയിലായി. കാരണം സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. കാരണം എല്ലായിടത്തും കയറി ഇടപെടുകയാണ്. ഇനി നിങ്ങൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനൊക്കെ വോട്ട് ചെയ്യുന്നവർ മനസ്സിലായിക്കോ, ഈ പോക്ക് എങ്ങോട്ടാണ്. ഇത് ഞാൻ ഇൻ അഡ്വാൻസ് പറയുകയാണ്. നിങ്ങൾ ഡേറ്റ എടുത്ത് നോക്കുക, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. എന്തുകൊണ്ടാണ് ഇവർ VRS എടുക്കുന്നത്? അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്. കാരണം പ്രീണനം, അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്ത ഈ കോൺഗ്രസ് പാർട്ടി, BJP കേരളത്തിലൊരു യൂസ്ലെസ് പാർട്ടി. ഇതൊക്കെയാണ് തുറന്ന് കാണിക്കേണ്ടത്. അത് ഒരു സ്റ്റേറ്റിനെ നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് റൈസ് ചെയ്യാത്ത ഇഷ്യൂ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന കേരള കോൺഗ്രസ്, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി, ഇവനൊന്നും ഒരൊറ്റ അക്ഷരം മിണ്ടത്തില്ല. പ്രീണനം. അവസാനം കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഇന്ത്യയിലെ മാത്രമല്ല ഒരു മലയാളിക്കും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റും. ഇത് ഇൻ അഡ്വാൻസ് പറയുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്ന സംഭവമൊന്നുമല്ല. കാരണം പൊളിറ്റിക്സിനകത്തും എല്ലായിടത്തും കയറി അങ്ങ് പ്രശ്നമുണ്ടാക്കുക. കാരണം അവരുടെ സംഭവമാക്കി അങ്ങ് മാറ്റുക. നിങ്ങൾ ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാമെന്നോ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ ഈ പറയുന്ന റിയാലിറ്റി ആണോ അല്ലയോ? ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഞെട്ടും. കാരണം പോലീസിനകത്ത് തന്നെ ഇവർക്ക് വലിയ ഗ്രൂപ്പൊക്കെ, അവരാണ് കംപ്ലീറ്റ് ലീക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരള പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുന്നത്. കാരണം കേരള പോലീസിനെ റിലയബിൾ ആയിട്ടൊരു സേനയായി അതും ഇല്ലാതാക്കി. ഇതിന് പൂർണ്ണ കാരണക്കാരൻ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്ററായ പിണറായി വിജയൻ തന്നെയാണ്. അതായത് കേരളം കണ്ട് ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രി, ഒരു കഴിവില്ലാത്ത കുടാപ്പൻ, അയാളാണ് ഇതിനെ നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഇത്രമാത്രം ഓഫീസേഴ്സ് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് പോലും മെനക്കെടാത്ത ഒരു വൃത്തികെട്ട മനുഷ്യൻ.
അയാളാണ് മറ്റുള്ളവരെ പരനാറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പരനാറി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി ഓരോന്നായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.